അധ്യാപകർ സമൂഹത്തിന്റെ വഴികാട്ടികളാണ്. അവരോടുള്ള ബഹുമാനവും ആദരവും ഓരോ വിദ്യാർത്ഥിയുടെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഉത്തർപ്രദേശിൽ നിന്ന് നമ്മെ തേടിയെത്തുന്ന വാർത്ത വളരെ ഞെട്ടിക്കുന്നതാണ്, നിർഭാഗ്യകരമാണ്. ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ച അധ്യാപികയെ +2 വിദ്യാർത്ഥി ആക്രമിച്ചു എന്ന വാർത്തയാണ് നമ്മൾ ഉത്തർപ്രദേശിൽ നിന്നും കേൾക്കുന്നത്. ഉത്തർപ്രദേശിലെ മെയിൻപുരിയിലാണ് സംഭവം. മുഖത്ത് സാരമായി പരിക്കേറ്റ അധ്യാപികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധ്യാപിക ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചതിന് പിന്നാലെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് അധ്യാപികയുടെ ചുണ്ടു മുറിക്കുകയും മുഖത്ത് ആക്രമിക്കുകയുമായിരുന്നു വിദ്യാർത്ഥി. +2 വിദ്യാർത്ഥിയാണ് ആക്രമണം നടത്തിയത്. വിദ്യാർത്ഥിയുടെ മോശം പെരുമാറ്റം ചോദ്യം ചെയ്തതാണ് അതിക്രമത്തിന് കാരണം. നാളുകളായി വിദ്യാർത്ഥി അധ്യാപികയെ ശല്യപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അധ്യാപികയെ പുറകെ നടക്കുകയും തർക്കമുണ്ടാവുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം. വിദ്യാർത്ഥി അധ്യാപികയ്ക്കൊപ്പം പുറകെ നടന്നു പോകുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. പിന്നീട് തെരുവിൽ വെച്ച് തന്നെയാണ് വിദ്യാർത്ഥി അധ്യാപികയുടെ മുഖത്ത് ചുണ്ടിൽ നേരെ ആക്രമണം നടത്തുന്നത്. അധ്യാപിക വേദനയോടെ നിലവിളിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കും. അധ്യാപികയെ ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ഇത് ആദ്യമായല്ല വിദ്യാർത്ഥി അധ്യാപികയെ ഉപദ്രവിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. നിരവധി തവണ അധ്യാപികയ്ക്കടുത്ത് ലൈംഗിക ബന്ധം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സമീപിച്ചിട്ടുണ്ട്. നേരത്തെ വിദ്യാർത്ഥി അധ്യാപികയോട് മോശമായി പെരുമാറിയിരുന്നത് അധ്യാപിക മറ്റുള്ളവരോടും വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് നമുക്ക് ഈ നിമിഷം ലഭ്യമാകുന്ന വിവരങ്ങൾ. സ്കൂളിലെ PTA യോഗത്തിൽ വെച്ച് ഇക്കാര്യം അധ്യാപിക വിദ്യാർത്ഥിയുടെ അമ്മയോടും പരാതിയായി പറഞ്ഞിരുന്നു. അതിനുശേഷം വിദ്യാർത്ഥി പലപ്പോഴും അധ്യാപികയെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥിയുടെ പെരുമാറ്റത്തിൽ അസ്വസ്ഥയായി അധ്യാപിക മറ്റൊരു സ്കൂളിലേക്ക് അടക്കം മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ പ്രതി വീണ്ടും അവരെ ഉപദ്രവിക്കുകയായിരുന്നെന്നാണ് നിലവിൽ അധ്യാപിക നൽകുന്ന പരാതിയിൽ പറയുന്നത്. സംഭവ ദിവസം വഴിയിലൂടെ നടന്നുപോയ അധ്യാപികയോട് പ്രതി ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. അധ്യാപിക വിസമ്മതിച്ചതോടെ ചുണ്ടിൽ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു. ഇതിൽ നിന്നും വിസമ്മതിക്കുകയും പിടിച്ച് വിദ്യാർത്ഥിയെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്താണ് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് മുഖത്തിനും ചുണ്ടിനും വിദ്യാർത്ഥി ആക്രമിക്കുന്നത്. സംഭവത്തിന് ശേഷം പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അധ്യാപിക ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. ചുണ്ടിനും മുഖത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ആഴത്തിൽ മുറിവേറ്റ അധ്യാപിക രക്തം വാർന്ന് വീഴുകയായിരുന്നു ഉണ്ടായത്. ആക്രമണത്തിന് ശേഷം പ്രതി സംഭവ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിന്റെ CC ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിൽ തർക്കമുണ്ടാകുന്നതും പിന്നാലെ ആക്രമണം നടക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി മുൻപും സമാന രീതിയിൽ അധ്യാപികയോട് പെരുമാറിയിട്ടുണ്ട്. നിലവിൽ ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അധ്യാപകർക്ക് നേരെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് അത്യന്തം ദൗർഭാഗ്യകരമാണ്. വിദ്യാർത്ഥി എന്നാൽ അധ്യാപകരുടെ ശാസനയ്ക്ക് അനുസരിച്ച് ജീവിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായി ബഹുമാനം കാണിക്കേണ്ടുന്ന ഒരു പദവി തന്നെയാണ്. അതൊക്കെ ഉപേക്ഷിക്കുകയും അധ്യാപികയെ ലൈംഗിക ആവശ്യത്തിന് സമീപിക്കുകയും ചെയ്യുന്നതൊക്കെ കേട്ടാൽ ഞെട്ടുന്ന വാർത്തകളാണ്. എന്തായാലും ഉത്തർപ്രദേശിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതിദാരുണവും ഭീകരവുമായ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അടിയന്തരമായി തന്നെ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്.